ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പൂക്കാല വസന്തം കാണിച്ചു തരാവേ. ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും. അതെ, മലരിക്കൽ ആമ്പൽ വസന്തം. ഈ വസന്തകാലമുണ്ടല്ലോ, അത് കോട്ടയം ജില്ലയിലെ ഒരു സ്റ്റണ്ണിങ് ഫിനോമിനനാണ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് ഈ വാട്ടർ ലില്ലീസ് ഇവിടെ ഉണ്ടാകുന്നത്. നെൽപ്പാടങ്ങളുടെ ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ മാസങ്ങളിൽ വൈബ്രന്റ് പിങ്കിഷ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആകുന്നത്. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു വസന്തകാലം. രാവിലെ 6:30 മുതൽ 9 വരെയുള്ള സമയമാണ് വാട്ടർ ലില്ലീസ് വാടാതെ കാണാൻ പറ്റിയ പെർഫെക്റ്റ് ടൈമിംഗ്. സൂര്യന്റെ ചൂടേറ്റാൽ പൂക്കളെല്ലാം പെട്ടെന്ന് വാടുമെന്നുള്ളത് കൊണ്ട് ടൂറിസ്റ്റുകളെല്ലാം രാവിലെ തന്നെ ബോട്ട് റൈഡിന് എത്തൂട്ടോ. അപ്പോൾ ഒരു സംശയം, ഈ ആമ്പൽ പൂക്കളെല്ലാം ആയിരക്കണക്കിനുള്ള നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യുന്നതാണോ അതോ തന്നെ ബ്ലൂം ചെയ്യുന്നതാണോ? അതിനൊരു കാരണക്കാരനുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തെ ആകെ ആടിയുലച്ച 2018 ഫ്ലഡ്. 2018 ഫ്ലഡിന് ശേഷം എല്ലാ വർഷവും ഇവിടെ ഈ മാജിക്കൽ ഫിനോമിനൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആമ്പൽ പൂക്കൾ ഉണ്ടായിരുന്നെങ്കിലും 2018 ഫ്ലഡിന് ശേഷമാണ് ക്രമാതീതമായി വാട്ടർ ലില്ലീസ് വളരുകയും ഒത്തിരി പൂക്കൾ വിരിയാനുള്ള ഒരു ഐഡിയൽ കണ്ടീഷൻ നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോഴാണ് ഞങ്ങൾ ഈ മലരിക്കൽ വിസിറ്റ് ചെയ്തത്. ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ പാരൻസും ഇൻലോസും ചേച്ചിയുടെ ഫാമിലിയും ചേർന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ ട്രാവലർ റെൻറ്റിനും എടുത്ത് ഞങ്ങൾ അങ്ങ് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ആമ്പൽ വസന്തം ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസം ആണെന്ന്. വിനോദസഞ്ചാരികൾക്കുള്ള ബോട്ടുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇവിടുത്തെ ലോക്കൽ വില്ലേജേഴ്സിൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ആമ്പൽ പൂക്കളുടെ വിൽപ്പന. ഞങ്ങൾ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ചേച്ചിമാർ ഓടി വരികയും പൂക്കളെടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുകയും ചെയ്തു. മൺസൂൺ കാലത്ത് വിളവെടുപ്പ് കഴിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ വെള്ളം നിറയുകയും ചെളി പുതഞ്ഞു കിടക്കുന്ന ആമ്പലിന്റെ വിത്തുകൾ പതുക്കെ പതുക്കെ വളർന്ന് ജൂലൈ പകുതിയോടുകൂടി പുഷ്പിക്കുകയും ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ വസന്തകാലം അവസാനിക്കുകയും ചെയ്യുന്നു. 2018 ഫ്ലഡ് ഒത്തിരി നാശനഷ്ടങ്ങൾ വിതച്ചെങ്കിലും അത് ഒരു ടൂറിസത്തിനു കൂടി വഴി തുറന്നു എന്ന് വേണം ഈ ആമ്പൽ വസന്തം കാണുമ്പോൾ പറയാനായിട്ട്. ഈ കാണുന്ന നെൽപ്പാടങ്ങളുടെ എല്ലാം ഓണേഴ്സ് പല ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആമ്പൽ വസന്തം എന്ന ഈ ടൂറിസം ലാൻഡ് ലോഡ്സിനും ബോട്ടുകളുടെ ഓണേഴ്സിനും എല്ലാം ഒരു വരുമാന മാർഗം നൽകുകയാണ് ചെയ്യുന്നത്. പിങ്ക് വാട്ടർ ലില്ലിയുടെ ഒരു വെറൈറ്റി ആയിട്ടേ വൈറ്റ് വാട്ടർ ലില്ലിയും നമുക്ക് ഈ ആമ്പൽ വസന്തത്തിൽ കാണാൻ പറ്റൂട്ടോ. പർപ്പിൾ വാട്ടർ ലില്ലി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും വേറെ കളറുകളിൽ വാട്ടർ ലില്ലീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ലില്ലീസ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉള്ളതായി അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങളുടെ ബോട്ടിൻ്റെ സാരഥി ഗിരീഷേട്ടനായിരുന്നേ. നല്ല സർവീസ്, പറയാതിരിക്കാൻ വയ്യ. ഫോട്ടോസിനൊക്കെ ഓരോ പോസ് പറഞ്ഞു തന്നത് ചേട്ടനാണേ. ഞങ്ങൾ 2 ബോട്ടുകളിലായാണ് റൈഡ് നടത്തിയത്. ഒരു ബോട്ട് റൈഡിന് 1000 റുപ്പീസ് ആയിരുന്നു കേട്ടോ കൊടുത്തത്. എല്ലാവരും അങ്ങനെ ആമ്പൽ പൂക്കൾ അടുത്ത് കാണാനും ഒന്ന് തൊടാനും ആ സെറീൻ ബ്യൂട്ടി ഒന്ന് അടുത്ത് ആസ്വദിക്കാനുമുള്ള ത്രില്ലിലാണ്. ഞങ്ങൾ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് മലരിക്കൽ പോയത്. ഈ ആമ്പൽ വസന്തം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തീരുമെന്നുള്ളത് കൊണ്ടാണ് പൂക്കൾ പറിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയത് കേട്ടോ. ബക്കറ്റ് ലിസ്റ്റിലെ ഒരു വിഷ് പൂർത്തിയാക്കിയ അതേ സന്തോഷം. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്കിത് പറിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആമ്പൽ പൂക്കളുടെ തണ്ടുകളുടെ നീളമെല്ലാം കുറച്ച് ഗിരീഷേട്ടൻ തന്ന ആ ബൊക്കയും പിടിച്ച് ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ അങ്ങ് ഞങ്ങളെല്ലാവരും പോസ്റ്റ് ചെയ്തു. അല്ല, ഇതൊരു സേവ് ദ ഡേറ്റ് പോലുണ്ടല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഔട്ട്ഡോർ ഷൂട്ടിനൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ ആ കുറവ് അങ്ങ് തീർത്തേക്കാം. എന്താ അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണേ.
സേവ് ദ ഡേറ്റിന് പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ മലരിക്കൽ. വീഡിയോഗ്രാഫർ പറയുന്നതനുസരിച്ച് പോസ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഈ വഞ്ചിയിൽ നിന്നുകൊണ്ട് ഇത്തിരി പാടാണെന്നുള്ള ആ നഗ്ന സത്യം അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിട്ടോ. വഞ്ചിയുടെ അറ്റത്തെ അനങ്ങാതെ നിന്ന് ഓരോ പോസ്റ്റ് ചെയ്യാനും ഒട്ടും പേടി തോന്നിയില്ലായിരുന്നേ. എന്നാൽ പൂക്കൾ കയ്യിൽ പിടിച്ച് കറങ്ങാൻ പറഞ്ഞപ്പോൾ വഞ്ചി ആടുന്നതുകൊണ്ട് ഇത്തിരി പേടി തോന്നിയേ. ചേച്ചിയുടെ ബോട്ടിലെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളെ അവിടെ കണ്ടേക്കാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. എൻ്റെ മദറിൻലോക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നത്രേ ഈ മലരിക്കലിൽ പോണെന്ന്. ഈ യാത്ര കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി ഇതെന്നോട് പറഞ്ഞത് കേട്ടോ. പറയാതെ തന്നെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. പിന്നെ ഞങ്ങൾ പോയതേ വൈറ്റ് വാട്ടർ ലില്ലീസ് കാണാനായിരുന്നേ. വൈറ്റ് ആമ്പല് പറിക്കാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ആമ്പലിൻ്റെ തണ്ട് നല്ല ബലം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാനിത് വലിക്കുമ്പോഴേക്കും ഇതിൻ്റെ തണ്ട് പൊട്ടിപ്പോവുമായിരുന്നു. ചുരുക്കം പറഞ്ഞ ഒരു സൂപ്പർ ബോട്ട് റൈഡ് ആയിരുന്നു കേട്ടോ മലരിക്കലിൽ ഞങ്ങൾക്ക് കിട്ടിയതേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.